അങ്ങനെ നമ്മുടെ ബീരാൻ പെങ്ങളോടും ഭർത്താവിനോടും പറയുന്നുണ്ട്, അവൻ ഒളിച്ചോടിയതിൻ്റെ കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് അവൻ്റെ കല്യാണം നടത്തി കൊടുക്കാമായിരുന്നില്ലേ? നിങ്ങൾ വാശി പിടിച്ചിട്ടല്ലേ അവർ ഒളിച്ചോടിയത്. ഇനിയിപ്പോൾ ഒരു വഴിയേ ഉള്ളൂ, അവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തിയിട്ട് അവരുടെ കല്യാണം നടത്തി കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ രവി ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കണ്ടാൽ തോന്നും നിങ്ങളുടെ മകളാണ് ഒളിച്ചോടിയുന്നത് എന്നൊക്കെ, നിങ്ങൾക്ക് എന്തിനാ അത്ര ചിന്ത എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രവി പറയുന്നുണ്ട്, മാളു എൻ്റെ സ്വന്തം മകളെ പോലെ തന്നെയാണ്, അവൾ ഒളിച്ചോടിയതിന് എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, അവർ ഒളിച്ചോടിയോണ്ട് കാശ് എത്ര ലാഭമായി, അതങ്ങോട്ട് വിചാരിച്ച് സമാധാനിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും രവിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ സച്ചി രേവതിയും കൂടി നമ്മുടെ രവിയുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇനി ഒന്ന് സമാധാനത്തിൽ ആലോചിക്കും. നമ്മുടെ രേവതി പറയുന്നുണ്ട്, ഒരിഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കുന്നതല്ലേ നല്ലത്, ഒരു പരിചയമില്ലാത്ത ആളെ കല്യാണം കഴിക്കണേക്കാട്ടിലും നല്ലതല്ലേ എന്നൊക്കെ പറയുന്നത്. എന്തായാലും നമ്മുടെ രവിയുടെ സുഹൃത്ത് ഒട്ടും സമ്മതിക്കുന്നില്ല. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ കല്യാണത്തിന് മുന്നേ എത്ര ചീത്തയായിരുന്നു, എന്നെ മാറ്റിയെടുത്തില്ലേ രേവതി. അതുപോലെ തന്നെ മാളു നല്ല കുട്ടിയാണ്, മാളുവിന് നല്ല സാമർത്ഥ്യമുണ്ട്, അവൾ എന്തായാലും അവനെ മാറ്റിയെടുത്തോളും, നിങ്ങൾ ധൈര്യമായിട്ട് കല്യാണം കഴിച്ച് കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവസാനം നമ്മുടെ സച്ചി പറഞ്ഞിട്ട് അയാൾ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് എന്തായാലും നമ്മുടെ രവിയുടെ സുഹൃത്ത് പറയുന്നുണ്ട് നമ്മുടെ സച്ചിയോട്, നീ കാരണം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാനം ഒന്നും കളയാതെ നിലനിന്നു, ഇല്ലെങ്കിൽ ഞങ്ങളുടെ മാനം മുഴുവൻ പോയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, അതൊക്കെ പോട്ടെ അങ്കിളെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കല്യാണം നടക്കട്ടെ, അതല്ലേ ഇപ്പോൾ വലിയ കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. സച്ചി രേവതിയും പുറത്തിറങ്ങുന്നുണ്ട്. എന്തായാലും ഒക്കെ സമാധാനത്തിൽ അവസാനിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.